അപ്പോൾ ഐ ആം ബാക്ക്. യപ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഗൈസ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞ് മടുത്തടേ. ഞാൻ പറയും, ഒരു വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു നിൽക്കുകയാണ്, ഇനി പവറോടെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു കുറച്ച് നാൾക്ക് ശേഷം. ഇനി തൊട്ട് കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ വരും എന്ന് നിങ്ങൾക്ക് പ്രവേശിക്കാം. പിന്നെ ഞാൻ വീഡിയോ ഇടണേ 4-5 ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയില്ല ഈ ഡയലോഗ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, ഐ ആം ബാക്ക്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് കാണുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. വെക്കേഷനാണിപ്പോൾ. വെക്കേഷൻ തീർന്ന ഇപ്പോൾ ഇടുന്ന വീഡിയോസില്ലേ, ആ കൺസിസ്റ്റൻ്റ് ഓയിലായിരിക്കില്ല ഞാൻ ഇനി ഇടാൻ പോകുന്നത്. ഓക്കെ, സോ എന്തായാലും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിലാണ്. ആൻഡ് ഇത് എപ്പിസോഡ് 2 ആണ്. അപ്പോൾ എന്താ പറയുക ഗൈസ്, ഈ എപ്പിസോഡിൽ നമ്മൾ മരിക്കുമോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹാർഡ് കോർ വേൾഡിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഇവിടെ ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഡേ 9 ആട്ടോ, ഡേ 9 ആണ്. സോ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു ഡേ 4 ഡേ 5 എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേൾഡിൽ കളിച്ചതെന്ന് വെച്ചാൽ ഒരു ഡേ ഫുള്ള് ഞാൻ ചെയ്തെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ചെയ്തത്. എപ്പിസോഡ് 1 ചെയ്തത് ഈ ഒരു ചെറിയൊരു കുറച്ച് എന്താ പറയുക ലോഗ്, കുറച്ച് മരം എടുത്ത് ഇങ്ങനെ വച്ചു ഒരു ഡിസൈൻ പോലെ. എന്നിട്ട് അത് എപ്പോഴുള്ള എൻ്റെ ഡിസൈനാണ്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫർണസ്, ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ ഒരു ബെഡ്, അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് ഞാൻ ചെയ്തതാണ്. ഇതൊരു ദിവസം, മൈൻക്രാഫ്റ്റ് ഡേ ഒരു ദിവസം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. കാര്യം നമ്മുടെ സാധാരണ സ്റ്റോൺ പിക്കാക്സ് ഒക്കെയാണ്, അപ്പോൾ കുറച്ച് സമയം എടുത്തു. സോ ഇത് സ്റ്റോറേജ് ഏരിയ, ഇത് നമ്മുടെ ബെഡ്റൂം, ഇതും ഒരു സ്റ്റോറേജ് പ്ലസ് ഫർണസ് അങ്ങനത്തെ ഏരിയയൊക്കെ ആയിരിക്കും. ഇത് മൈനിങ് ഏരിയ നമ്മുടെ ഈ സ്റ്റാർട്ടർ ബേസിലായിരിക്കില്ല, അത് അങ്ങ് പുറത്തായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇത് ഞാനൊരു ചെറിയൊരു ടൈം ലാപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ എന്തായാലും കാണിച്ചു തരാം. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരും. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾ ആ ടൈം ലാപ്സ് കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്താൽ തിരിച്ച് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒച്ച, മറ്റേ വിച്ചിൻ്റെ ഒച്ചയില്ലേ, അതേപോലത്തെ ഒരു ഒച്ച. അതെ, ഈ സാധനത്തിന് നോക്കി, ഇത് പുതിയ അപ്ഡേറ്റിന് വന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു ആർമഡിലോ അല്ലേ, ഇതേ ആർമഡിലോ എന്നാണ് തോന്നുന്നു പേര്. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, ബട്ട് ആർമഡിലോ എന്നാണ് തോന്നുന്നു പേര്. ഇതിൽ ആർമഡിലോ എന്നാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ അത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഒരു മുട്ട പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഗൈസ്, ഐ ഡോണ്ട് നോ, ഇത് റെയർ ആണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഇത് എൻ്റെ സൈഡിൽ കൂടെ നടന്നു വന്നാണ്, സത്യം പറയാനും നടന്നു. ഇവിടെ എവിടെയോ അപ്പോൾ ഒരു മൈൻ ഷാഫ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട്. ഇതെന്തോ മൈൻ ഷാഫ്റ്റിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഹിസ്റ്ററി, എനിക്കറിയില്ല. ഞാൻ ഇനി ഈ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വേണം യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ. ഓക്കെ, സോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു കേൾക്കണു.
ഞാൻ വിച്ചാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വിച്ചല്ല, ഇവനാണെന്ന് മനസ്സിലായി. സോ ഇവൻ ആണ് കേട്ടോ ആള്. ഇത് നമ്മുടെ ഗസ്റ്റാണ്. ഇവനെ ഞാൻ ഇപ്പോൾ പൂട്ടിയിട്ടേക്കാണ്. നമുക്ക് ലീഷ് ഇട്ടിട്ട് ഇവനെ ഇവിടെ കെട്ടിയിടാം കേട്ടോ. ഡീസ്പോൺ ആവില്ലാന്ന് തോന്നുന്നു, നോക്കാം. റെയർ സാധനമാണ് കഴിച്ചത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആ ടൈം ലാപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് അപ്രോക്സിമേറ്റ്ലി ഒരു 1 day എടുത്തു അതൊന്ന് ശരിയാക്കാൻ. കാര്യം എൻ്റെ ആകെ ഒരു സ്റ്റോൺ പിക്കാക്സ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ ഗൈസ് നമ്മളൊരു സ്ട്രീം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു 30 മിനിറ്റ് സ്ട്രീം. എൻ്റെ നെറ്റ് സ്ലോ ആയിരുന്നുകൊണ്ട് 30 മിനിറ്റ് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതിൽ നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വില്ലേജ് തപ്പിപ്പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടു. ആൻഡ് അവിടെ നിന്ന് അപ്പോഴെനിക്ക് ഐഡിയ കിട്ടി, നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ ഇൻറ്റീരിയർ മഡ് ബ്രിക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന്. ആൻഡ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 7 to 8 സ്റ്റാക്ക് മഡ് ഗ്രൈൻഡ് ചെയ്തു. അതായിരുന്നു ആ സ്ട്രീമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ട്രീം എൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അത്രയും തന്നെ ഗ്രൈൻഡ് ചെയ്തോളൂ. എനിക്ക് 8 സ്റ്റാക്ക് കിട്ടിയായിരുന്നു. 7 or 8 സ്റ്റാക്ക് എനിക്ക് മഡ് കിട്ടിയായിരുന്നു. സോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് നമുക്ക് ഇന്ന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഗ്രൈൻഡ് ചെയ്താൽ കാണിച്ചു തരാം. ഫുഡില്ലല്ലോ, ഫുഡില്ല. ഓക്കെ, സോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 ഒരു സ്റ്റാക്ക് ഞാൻ ഓൾറെഡി മഡ് ബ്രിക്ക് ആക്കി. ആൻഡ് ഈ ഹേബയിൽ കിട്ടിയത് നമ്മളൊരു വില്ലേജും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കത് അടുത്ത എപ്പിസോഡിൽ പോകണം. ഓക്കെ, സോ ആ ഹേബയിൽ ഞാൻ കളക്ട് ചെയ്തത് അതിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ വീറ്റ്. സോ സോ അതേപോലെ തന്നെ മഴ പെയ്തു ഗൈസ്. കെമിക്സിലെ മഴ തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ഈ സ്കിന്ന് നിങ്ങൾ ഔട്ട് ഓഫ് 5 റേറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 5 നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് റേറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഈ സ്കിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫ്രീ സ്കിന്നല്ല, ഇത് നമ്മൾ മൈൻ കോയിൻസ് കൊടുത്ത് മേടിക്കുന്ന സ്കിന്നാണ്. മൈൻ കോയിൻസ് വേണം ഇതിന്. അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നു 220 മൈൻ കോയിൻസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു പാൻറ്റിന് ഇതും ഫ്രീ ആയിട്ട് കിട്ടുന്ന പാൻറ്റ് അല്ല. നിങ്ങൾ കാണുമ്പോൾ ഏതൊരു പൊട്ട പാൻറ്റാണ് എന്ന് തോന്നുമെങ്കിൽ ഇതൊരു റെയർ പാൻറ്റാണ്. ആൻഡ് അതിൽ റെയർ എന്നാണ് എഴുതിയത്. ഇതിനെത്രയോ 160 മൈൻ കോയിൻസ് എന്തോ ആയിരുന്നു, 160 120 മൈൻ കോയിൻസ് ആണ് ആ പാൻറ്റിന്. ഓക്കെ, സോ ഈ RGB സാധനം അത്യാവശ്യം റെയറാണ്. നല്ല രസമുണ്ട് കാണാനല്ലേ, നല്ല രസമല്ലേ RGB സാധനം. ഓക്കെ, അപ്പോൾ അത് അയ്യോ അണ്ണൻ ഇറങ്ങി. ഹാർഡ് കോർ ഇപ്പം തന്നെ നിർത്തേണ്ടി വരും. മോട്ടയാണോ ഗൈസ്? പോയി കിടന്ന് ഉറങ്ങിയോ? ഉറങ്ങാം ഗൈസ്, ഉറങ്ങാം. നമ്മൾ സക്സസ്ഫുള്ളി 10 ദിവസം കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഡേ 10 ആട്ടോ ഇത്. അപ്പോൾ ഗൈസ്, ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ ബ്രിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാക്ക് ബ്രിക്ക് എടുക്കാം. വേറെ എല്ലാം നമുക്ക് ബ്രിക്ക് ആക്കണം. സോ ഇത്രയും തൽക്കാലത്തേക്ക് മതി. നമ്മുടെ കുട്ടൻ ഇപ്പോഴും ഉണ്ടോയെന്ന് നോക്കാം അവിടെ. അവനവിടെ സേഫായിട്ടുണ്ട്. പുറത്ത് വാടാ. ഓക്കെ, അണ്ണൻ ഡെഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ബ്രിക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇവിടുത്തെ ഫസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പിക്കാക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പണി തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പണി തീർത്തിട്ടുണ്ട്, ഇൻറ്റീരിയർ വർക്ക്സ്. സോ അതാണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. ഞാനൊരു കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ ഇത് ഡേ 2 ആണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഹാർഡ് കോർ ഡേ 10 എന്നല്ലേ നീ പറഞ്ഞേ എന്ന് നോക്കുകയാണെങ്കിൽ, മൈൻക്രാഫ്റ്റ് ഡേ അല്ല, റിയൽ ലൈഫിൽ ഇത് ഡേ 2 ആണ്. ഞാൻ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി ഞാൻ തുടങ്ങിയതാണ്. പക്ഷേ തീർന്നില്ല ഗൈസ്. കാര്യം അത്രയും റിസോഴ്സസ് നമ്മുടെ ഇല്ല. അപ്പോൾ റിസോഴ്സസ് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. കുറച്ച് അധികം സമയം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ കയ്യിൽ മഡ് ബ്രിക്ക് തീർന്നു പോയി ഗൈസ്. മഡ് ബ്രിക്ക് എന്ന് വെച്ചാൽ മഡ് എൻ്റെ കയ്യിൽ ഇനിയും ഒരു 1.5 സ്റ്റാക്ക് ഉണ്ട്. പക്ഷേ വീറ്റ് തീർന്നു പോയി. അപ്പോൾ എനിക്ക് ഫുൾ മഡ് ബ്രിക്ക് വെച്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ടെറാക്കോട്ട ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. സോ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു. കുറച്ച് മാംഗ്രൂവിൻ്റെ ലീഫ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ മാംഗ്രൂവ് ട്രീ. ഇത് ഞാനിപ്പോൾ ഒരു വശം നടും പൊട്ടിക്കും. അങ്ങനെയാണ് നമുക്ക് മാംഗ്രൂവ് വുഡ് ആവശ്യം വന്നതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മാംഗ്രൂവ് നട്ടും പൊട്ടിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ വെറുതെ വച്ചാണ് ഭംഗിക്ക്, ബട്ട് നല്ല രസമുണ്ട് കാണാൻ. സോ എൻ്റെ ഒരു 3 അയൺ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമുക്കൊരു 3 അയൺ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ഷിയർ ഉണ്ടാക്കി. അങ്ങനെയാണ് എനിക്ക് ഈ ലീഫ്
ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആകെ ഇനി ഒരു ബാക്കി ഒരു അയണും കൂടി ഉണ്ട്. ഇതിനെ ഞാൻ കളഞ്ഞത് പിന്നെയും വന്നേക്കണം, അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാംഗ്രോ ലീവ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് കുറച്ച് മഡ് ബ്രിക്കും പാക്ഡ് മഡും വെച്ച് ഒന്നൊരു എന്താ പറയുക, പുറത്തൊരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്യൂട്ടിഫിക്കേഷൻ. ഇതിൻ്റെ അകത്ത് കയറുവാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതാണ് ഗൈസ്. ഇതേ കണ്ടില്ലേ, ഇവിടെ ട്രാപ്പ് ഡോർ, മാംഗ്രോ വെച്ചിട്ടുള്ള ട്രാപ്പ് ഡോറ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറും. ഇവിടെ ഈ ഒരു സെൻറ്റർ കണ്ടില്ലേ, അതെ ഒന്ന് ഈ ഒരു സെൻറ്ററിൽ ഒരു മാപ്പ് വരും. യെസ്, ഒരു മിനി മാപ്പായിരിക്കും വരാൻ പോകുന്നത്. മിനി മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുദീപ് ബ്രോൻ്റെയൊക്കെ ലെറ്റ്സ് പ്ലേയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാളിൽ മാപ്പ് ചെയ്തേക്കുന്നത് വേൾഡിൻ്റെ. ഇത് ഞാൻ അടിയിലാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 3 ബ്ലോക്ക് താഴേക്ക് വിട്ട് നമ്മൾ മാപ്പോടെ പ്ലേസ് ചെയ്യാണ്ട് ഗ്ലാസ് വയ്ക്കും മുകളിൽ. അപ്പോൾ നമുക്ക് മാപ്പ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാനൊരു കണക്റ്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രസമായിരിക്കും. നമ്മുടെ സ്റ്റാർട്ടർ ബേസിൽ തന്നെ നമ്മുടെ മാപ്പ്. സോ നമുക്ക് ഉടനെ സെറ്റ് ചെയ്യണം, അതിനുള്ള അതൊക്കെ ആവശ്യമുണ്ട്. സോ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നേരെ കാണുന്നത് 3 ഡയറക്ഷനാണ്. 1 2 3. സീലിംഗ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ടെറാക്കോട്ട് വെച്ചിട്ട്. ബ്രൗൺ ടെറാക്കോട്ടയും എന്താ പറയുക, ഈ സൈഡിലുള്ള സാധാരണ ടെറാക്കോട്ടയാണ്. സോ നേരെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഇവിടെ ഒരു പ്ലെയിൻ റൂമല്ല, സ്റ്റോറേജ് ഏരിയ ആണ് നമ്മുടെ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം, അങ്ങോട്ട് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം, ഇങ്ങോട്ടും അങ്ങോട്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് വെച്ച് സ്റ്റോറേജ് ഏരിയ ആണ് നമ്മുടെ. സോ നമുക്ക് ഇവിടെയാണ് സ്റ്റോർ ചെയ്യാൻ ഞാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വലിയ സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഇനി ഉണ്ടാക്കുന്നുണ്ടാവില്ല. ഇതായിരിക്കും നമ്മുടെ പെർമനൻറ്റ് സ്റ്റോറേജ് ഏരിയ. സോ ഇതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം എത്ര വേണമെങ്കിലും. സോ അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇവിടെ ഒരു 3 ചെസ്റ്റ് വെച്ച് 4 ചെസ്റ്റ് വയ്ക്കാം. 4 ചെസ്റ്റ് വെച്ചാൽ ഇവിടെ ഒരു പില്ലർ വരും, പിന്നെ അടുത്ത ചെസ്റ്റ് ഇവിടെ ആയിരിക്കും. പില്ലർ വരും, അടുത്ത ചെസ്റ്റ് ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റിലും സെയിം ആണ്. നമുക്ക് എന്നിട്ട് ഇവിടെ ഐറ്റം ഫ്രെയിം ഇവിടെ ഇങ്ങനെ വച്ചിട്ട് നമുക്ക് ഓരോരോ എന്താണ് സാധനം നമുക്കുള്ള പ്ലേസ് ചെയ്യുക അവിടെ. സോ അതാണ് എൻ്റെ ഒരു ഐഡിയ. ആൻഡ് ഇതിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ടെറാക്കോട്ട മാത്രമല്ല, ഇവിടെ ഞാനൊരു ഭംഗിക്ക് കണ്ടില്ലേ ഒരു എന്താ പറയുക, ഇതും കൂടി വച്ചിട്ടുണ്ട്. വോളല്ലേ, ഗ്രാനൈറ്റിൻ്റെ വോള് വച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം, പക്ഷെ കുഴപ്പമില്ല, ഒരു ഭംഗിയുണ്ടല്ലേ, ഒരു പുതുമയുണ്ട്. ടെറാക്കോട്ട റൂമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല. ഇത് ഇവിടെ ചെസ്റ്റ് വരും, പിന്നെ ആ പില്ലറൊക്കെ വരുമ്പോൾ ഭംഗിയായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കിടക്കുവാണ്, നമുക്കത് പ്ലെയിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഒരു വൃത്തിയേട്, പക്ഷെ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സെക്കൻഡ് ഡയറക്ഷൻ. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇങ്ങോട്ട് എക്സ്പാൻഡ് ഒന്നും നമ്മൾ ചെയ്യില്ല. ഇതൊരു ചെറിയൊരു കോമൺ ഏരിയ ആണ്. ഇവിടെ ഒരു 2 ക്രാഫ്റ്റിംഗ് ടേബിൾ, 2 ഫർണസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ക്യാമ്പ് ഫയർ, അത്രേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 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 ഭംഗിക്ക് വേണ്ടി, ഒരു ബ്യൂട്ടിഫിക്കേഷൻ. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. യെസ്, നമ്മുടെ ബെഡ് റൂം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഇതാരാണ്? ഓക്കെ. സോ ഇവിടെ നമ്മുടെ ബെഡുണ്ട്, ഇത് ഡബിൾ കോട്ടാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഒരു ഫർണസ് ഉണ്ട്, ഒരു ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ടോർച്ചാണെങ്കിൽ ലാമ്പെന്ന് കൂട്ടിക്കോ. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബെഡ്റൂമാണ്. സോ അത് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്റ്റഡി ഏരിയയാണ്, സ്റ്റഡി ടേബിളാണിത്. കണ്ടില്ലേ, നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കസേരയിലിരുന്ന് പഠിക്കാം. ഇവിടെ നിന്ന് ബുക്ക് എടുക്കുക, ഇവിടെ വയ്ക്കുക, പഠിക്കുക. ഇപ്പോൾ ഞാൻ ബുക്ക് ഷെൽഫ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബുക്കിന് വേണ്ടി ലെതർ വേണം, സോ അതുകൊണ്ട് ഞാൻ ബുക്ക് ഉണ്ടാക്കിയില്ല, ബുക്ക് ഷെൽഫ് മാത്രമേ ഉണ്ടാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആണ് റിസോഴ്സസ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ബെഡ്റൂമൊക്കെ സെറ്റാക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ലെതർ ഉണ്ടെങ്കിൽ ബുക്ക് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി പ്ലെയിൻ ആണ് ഈ റൂം, കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ഞാൻ ഫ്ലോർ ടെറാക്കോട്ട മാത്രമേ കൊടുത്തിട്ടുള്ളൂ. യെസ്. ആൻഡ് ഈ റൂഫ് കണ്ടില്ല, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടില്ല, രസമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്താ ഡേർട്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ തൽക്കാലത്തേക്കുള്ളൊരു ഇൻറ്റീരിയർ. ഫുഡില്ല കയ്യിൽ. ഫുഡ് എനിക്കൊരു ഇത് കിട്ടിട്ടോ, ഷെല്ല് കിട്ടി ഒരു ഡ്രൗണ്ടിൻ്റെന്ന്. സോ ഫുഡ് നമുക്ക് ഞണ്ണിയേക്കാം. ആവണതിൻ്റെ നമുക്ക് കിടന്നുറങ്ങാം. ആൻഡ് ദിസ് ഇസ് ഡേ 13 കേട്ടോ. ഡേ 13 ആണ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ഡേ 13 കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അതിൽ അടുത്തൊരു ഹാർഡ് കോർ എപ്പിസോഡ്, അല്ലെങ്കിൽ 1 ബ്ലോക്ക് എപ്പിസോഡായിട്ട്, അല്ലെങ്കിൽ SPSSG സ്ക്വാഡ് സീസൺ 2 എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. സോ ബൈ ഗൈസ്, ബി ഗുഡ്, ഡു ഗുഡ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.